എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ഇപ്പോൾ പെട്ടെന്ന് ലൈവിലേക്ക് വന്നിട്ടുള്ളത്. ഈ അടുത്തൊരു സ്ഥലത്ത് വന്നതാണ്. ആ സമയത്താണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മുടെ ഇത് പയ്യന്നൂർ ടൗണിലെ കോപ്പർ സ്റ്റോറിന്റെ എതിർവശത്തുള്ള റോഡാണ്. ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പഴയ സ്റ്റാൻഡിലേക്ക് പോകാം, അതുപോലെ തന്നെ സഹകരണ ഹോസ്പിറ്റലിലേക്ക് പോകാം. ഇവിടെ ഇന്ന് ഒരു രാവിലെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ സംഭവം നടന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പണ്ട് കാലം മുതൽ കൃഷ്ണാട്ടൻ ചായക്കട ഈ റോഡ് സൈഡിലായിരുന്നു അദ്ദേഹം കട ഒരു പെട്ടിക്കട നടത്തിയിരുന്നു. നല്ല ഭക്ഷണം, നല്ല ചായയും കടിയും ഒക്കെ മിതമായ വിലക്ക് കൊടുക്കുന്ന ഒരു കടയാണ്. അങ്ങനെ ധാരാളം ആളുകൾ ആ കടയിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ആ കട ഇതിന്റെ ഉള്ളിലേക്ക് മാറ്റിയിരുന്നു. അങ്ങനെ ഉള്ളിലേക്ക് ഈ കട മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ നിരന്തരമായിട്ട് ഇവിടെ ചായയും അതുപോലെ തന്നെ പലഹാരം കഴിക്കാൻ വേണ്ടി എത്താറുണ്ട്. ഇവിടെ ഇന്ന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി ഇവിടെ എത്തി. ഒരു കുട്ടി ഇവിടെ എത്തിയിട്ട്, അധികം പ്രായമൊന്നുമില്ല, ഒരു കുട്ടി ഇവിടെ എത്തിയിട്ട് ചായയും അതുപോലെ തന്നെ പലഹാരത്തിന്റെ വിലയൊക്കെ ചോദിച്ചു. ഇത്രയാണ് വില, പലഹാരത്തിന്റെ വില എത്രയാണെന്നൊക്കെ ചോദിച്ചു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വാങ്ങി. ആ ഫോൺ വാങ്ങി. കാരണം ഇദ്ദേഹം ഒറ്റക്കാണ് ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത്. കൃഷ്ണാട്ടൻ ഒറ്റക്കാണ് ഇത് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സുപരിചിതനായ ഒരാളാണ് കൃഷ്ണാട്ടൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നോട് ഫോൺ ചോദിച്ച സമയത്ത് ഒരു ചെറിയ കുട്ടിയാണല്ലോ, ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ കൊടുത്തത്. ഫോൺ കൊടുത്ത ഉടനെ തന്നെ ആ ഫോൺ എടുത്തിട്ട് ആ കുട്ടി കടന്നു കളഞ്ഞു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിലെ ഈ വിഷയം സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുമ്പ് തൊട്ടടുത്ത ഒരു കടയിൽ വെച്ചിട്ട് പുതിയ ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്ന വ്യാജാനം എത്തുകയും ഫോൺ ഒരു മോഡൽ ഫോൺ പറയാലോ, അങ്ങനെ ഒരു ഫോൺ വെച്ചു വേറൊരു ഫോൺ നോക്കി ആ സമയത്ത് ആ ഒരു ഫോൺ എടുത്തിട്ട് കടന്നു കളഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ തട്ടിപ്പുകളാണ് നമ്മുടെ നാടുകളിൽ ഇങ്ങനെ അരങ്ങേറുന്നത് എന്ന കാര്യം വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. ഈ കൃഷ്ണാട്ടൻ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കൃഷ്ണാട്ടൻ എന്താ സംഭവം പറഞ്ഞാണെന്ന് പറഞ്ഞാൽ മതി, ലൈവാന്ന് പറഞ്ഞു. എന്താ സംഭവം ഉണ്ടായത്? അത് ഒരു ചെക്കൻ ഇവിടെ വന്നിട്ട് കടീന്റെ എല്ലാം വില ചോദിച്ചു. അപ്പൊ അതിനുശേഷം ഒന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്യണം, അമ്മക്ക് ഫോൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫോണ് വാങ്ങിച്ചു. അപ്പോ ഞാൻ ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തു. അപ്പോ ആ സമയത്ത് തന്നെ ഇവിടുന്ന് എന്തെല്ലാം ഞെക്കി കളിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഫോണും കൊണ്ട് പോവുക ഇത് പെട്ടെന്ന് പോയി. നിങ്ങൾ തിരക്കിലായിരിക്കും ചായ എടുക്കും അല്ലേ? എന്നിട്ട് വിളിച്ചു നോക്കിയാ? ഫോണിലേക്ക് വിളിച്ചു നോക്കിയാ? വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് പോലീസിൽ പരാതി കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ മനസ്സിലായില്ലേ, ഇത് ഇങ്ങനത്തെ സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ. അതുകൊണ്ട് എന്തായാലും പോലീസിൽ പരാതി കൊടുക്കണം. പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചിട്ടുണ്ട്. കൃഷ്ണാണ്ട് പോയിട്ട് ഒന്ന് പരാതി കൊടുക്കുക, നമുക്ക് നോക്കണം കേട്ടോ. ഇത് ആദ്യമായിട്ട് സംഭവമാണ്. ഇങ്ങനെ ആദ്യമായിട്ട് സംഭവം. നല്ല ഫോൺ തന്നെയാ, നല്ല വിലയിലെ ഫോണാണല്ലേ, ടച്ച് ഫോണാണല്ലേ. ഇതാണ് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഒന്നുങ്ങ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒന്ന് പരാതി കൊടുക്കുക കേട്ടോ. ഇവിടെ വേറെ ആരുമില്ല, എന്നാലും പരാതി കൊടുക്കണം. കൃഷ്ണാട്ടൻ ഒറ്റക്കാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു സംഭവം, ഈ വിഷയം ഞാൻ അറിഞ്ഞിട്ട് വന്നാണ്. വേറൊരു സംഭവം എന്താണ് നിങ്ങൾക്ക് എങ്ങനെയുള്ള അനുഭവം ഉണ്ടായത്? എന്താ? ഞാൻ ജോലി ചെയ്തുകൊണ്ട് ഒരാൾ വന്നു, മെഡിക്കൽ ഷോപ്പിൽ പൈസ കൊടുക്കാണ്ട് എന്റെ അനിയന്റെ പേര് പറയുന്നുണ്ട്. നിങ്ങളെ പേര് കടയിൽ വന്നിട്ട് വിളിച്ചു, നിങ്ങൾ രണ്ടാളെ പേര് വിളിച്ചു. ഒന്നും നോക്കാണ്ട് പൈസ കൊടുത്തു. എത്ര പൈസ വെച്ചേ? 300. മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാളെ കണ്ടില്ല. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? ഇദ്ദേഹത്തിന്റെ മെഡിക്കൽ സ്റ്റോറിലേക്ക് മരുന്ന് പണിക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞിട്ട് കടയിലേക്ക് വന്നു. ഇദ്ദേഹത്തിന്റെ പേരും അതുപോലെ തന്നെ അനിയന്റെ പേരും വിളിക്കുന്നു. അങ്ങനെ പരിചയമുള്ള ഒരാളെന്നുള്ള ധാരണയില് നമ്മളെ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആളുകളെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ പൈസയും കൊണ്ട് പോയി. അതിനുശേഷം ഒരു വിവരമില്ല. ആളെ കണ്ടാലും അറിയില്ല. പെട്ടെന്ന് സഹായിച്ചു. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പൊതുസമൂഹം ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആളുകള് എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുക. എന്തെങ്കിലും ഒരു ആവശ്യം വന്ന സമയത്ത് യഥാർത്ഥത്തിൽ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെ പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കാനുള്ള മാനസിക തലമുള്ളവരെ പോലും പിന്നോട്ടടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ പൈസ കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നല്ല പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. ആരെയും സഹായിക്കാതിരിക്കാൻ വേണ്ടി പാടില്ല. ചിലപ്പോൾ പെട്ടെന്നൊരാവശ്യം വരും,
നമ്മളൊക്കെ അങ്ങനെ സഹായിക്കുന്ന ആൾക്കാരാണ്, നമ്മളത് സഹായിച്ചിട്ടുണ്ട്, ഇനി സഹായിക്കും. അതുപോലെ തന്നെ നമ്മളും എല്ലാ ആൾക്കാരും ആവശ്യം ഒരു പെട്ടെന്നൊരു അടിയന്തര ഘട്ടത്തിൽ നമ്മൾ സേവന നിരതരായിട്ട് സഹായിക്കാൻ വേണ്ടി സന്നദ്ധരാവേണ്ട കാര്യമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇത്തരം തട്ടിപ്പുകളും ഇവിടെ അരങ്ങേറുന്നുണ്ട് എന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുക. കാരണം ഉൾപ്രദേശത്താണ് ഈ ഫോൺ പോയതും ടൗണിന്റെ ഉള്ളിലുള്ള 4K സ്റ്റോറിൽ നിന്നാണ് കിട്ടിയ വിവരം. അതുപോലെ തന്നെ ഈ കട ആ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ കടയിലേക്ക് വന്നിട്ടുള്ളത്. ഇദ്ദേഹം ഒറ്റക്കാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ വളരെ തന്ത്രപരമായിട്ട് നമ്മുടെ കുട്ടികൾ പോലും, ചെറിയ കുട്ടിയാണെന്നാണ് പറഞ്ഞത്, നമ്മുടെ കുട്ടികൾ 10-12 വയസ്സുള്ള കുട്ടിയാണെന്നാണ് പറഞ്ഞത്, നമ്മുടെ കുട്ടികൾ പോലും ഇത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നു, അവരും തട്ടിപ്പിന്റെ ഭാഗമാകുന്നു എന്ന കാര്യവും നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കണം, നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഈ വിഷയം വളരെ ഗൗരവത്തോടെ എടുക്കാൻ വേണ്ടിയിട്ട് പൊതുസമൂഹം തയ്യാറാവണം. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പോലീസ് ഇത് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഒരു പാവപ്പെട്ട ആള് വളരെ കഠിനാധ്വാനം ചെയ്ത് വളരെ ചെറിയ ലാഭം എടുത്തിട്ടാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. അദ്ദേഹത്തെ അറിയുന്നവർക്കൊക്കെ അറിയാം. ഈ ഒരു സംഭവം വളരെ ക്രൂരതയാണ്, തെറ്റാണ്. ഇതിനെതിരായിട്ടുള്ള നിലപാട് നമ്മുടെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇത് ശാസ്ത്രീയമായി കൃത്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.